ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ഇൻവൈറ്റേഷൻ എന്ന് പറയുന്ന സ്ലോ ബേൺ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. പരസ്പരം കൊന്നൊടുക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു പറ്റം ആൾക്കാരിലൂടെയാണ് ഈ കഥ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ വില്ലും അവന്റെ ഭാര്യ കീരയും കൂടി വില്ലിന്റെ എക്സ് വൈഫായ ഈഡന്റെയും അവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡായ ഡേവിഡിന്റെയും പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് അവർ ക്ഷണിച്ചത് കൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണ്. വില്ലിന്റെയും ഈഡന്റെയും മകൻ ടൈ 2 വർഷം മുമ്പ് അവരുടെ തന്നെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി ബേസ്ബോൾ ബാറ്റ് കളിക്കുന്നുണ്ടായ സമയത്ത് അബദ്ധത്തിൽ അറിയാതെ ടൈയുടെ തലക്കടിച്ചു. അതുകൊണ്ടുണ്ടായ ഇഞ്ചുറി മൂലം ടൈ മരിച്ചുപോയി. ആ ഒരു ഇൻസിഡന്റ് കാരണം ഈഡന്റെയും വില്ലിന്റെയും ഇടയിൽ വിള്ളലുണ്ടായി. അവരുടെ ദാമ്പത്യ ജീവിതം താറുമാറായി. വില്ലും ഈഡനും സെപ്പറേറ്റഡ് ആയി. പിന്നീട് ഡിവോഴ്സ് ആയതിനു ശേഷം വില്ല് ഈഡനെ കണ്ടിട്ടില്ല. അവൾ എവിടെയായിരുന്നു എന്ന് പോലും 2 വർഷത്തോളം വില്ലിനെ അറിയുമായിരുന്നില്ല. വില്ലിന് ഇപ്പോൾ ഈഡന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മുമ്പ് വില്ലും ഈഡനും ഫാമിലി ആയിട്ട് കഴിഞ്ഞ വീടാണല്ലോ അത്. അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം ഉണ്ടാകുമല്ലോ. എന്നാൽ പാർട്ടിക്ക് ക്ഷണം കിട്ടിയത് കൊണ്ട് തന്നെ പോകാതെ വേറെ വഴിയുമില്ല. അതുകൊണ്ട് വില്ലും അവന്റെ വൈഫും അങ്ങോട്ടേക്ക് പോവുകയാണ്. കീര വില്ലിനോട്, നീ അവിടേക്ക് പോകുന്നതിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അന്നേരം ഇല്ല, കുഴപ്പമില്ല എന്ന് വില്ല് മറുപടി കൊടുക്കും. കീര അവനോട്, ഡിവോഴ്സിന് ശേഷം നീയും ഈഡനും തമ്മിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വില്ല്, ഈഡന്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഈഡനെയും അവളുടെ ഹസ്ബൻഡിനെയും ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ അവരെ ആ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറയും. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്തോ ഒന്ന് അവരുടെ വണ്ടിയിലിടിക്കും. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അതൊരു ചെന്നായി ആയിരിക്കും. വില്ലി കീരയോട്, നീ വണ്ടിയിൽ തന്നെ ഇരുന്നോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ചെന്നായി അപ്പോഴേക്കും മരിക്കാനായിട്ടുണ്ടാകും. വില്ല് എന്നിട്ട് അതിനെ കൊന്നു കളഞ്ഞ് റോഡിൽ നിന്ന് അതിനെ എടുത്തു മാറ്റും. ശേഷം അവർ യാത്ര തുടരും. അങ്ങനെ അവർ ഈഡന്റെ വീട്ടിലെത്തും. വീട് കണ്ട കീര, ഇത് നിന്റെ വീടായിരുന്നില്ലേ എന്ന് വില്ലിനോട് ചോദിക്കും. അന്നേരം വില്ല്, ശരിക്കും ഈ വീട് എന്റെ അല്ല, ഈഡന്റെ ആയിരുന്നു. അവളുടെ ഫാമിലി അത്യാവശ്യം റിച്ച് ആയിരുന്നു എന്ന് പറയും. അങ്ങനെ വീടിന്റെ അകത്ത് കയറിയ വില്ലിനെ അവന്റെ മകന്റെ കൂടെയുള്ള ഓർമ്മകൾ വന്ന് പൊതിയും. വില്ലിന് സങ്കടം വരും. വീടിനകത്ത് ഈഡന്റെയും വില്ലിന്റെയും കോമൺ ഫ്രണ്ട്സ് ഉണ്ടാകും. അവരൊക്കെ വില്ലിനെ ഹഗ് ചെയ്യുകയും കീരയോട് സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യും. വില്ല് ജീന എന്ന് പറയുന്ന പെണ്ണിനോട് അവളുടെ ബോയ് ഫ്രണ്ടിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചോയ് എവിടെയെന്ന് ചോദിക്കും. അന്നേരം ജീന, അവൻ എപ്പോഴത്തെയും പോലെ ഇന്നും ലേറ്റ് ആണ്, ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ സിഗ്നൽ പോലും കിട്ടുന്നില്ല എന്ന് പറയും. ആ സമയം ഈഡൻ അവിടേക്ക് വരും. തമ്മിൽ കണ്ട സന്തോഷത്തിൽ അവർ സംസാരിക്കും. തന്റെ കുട്ടി മരിച്ചിട്ടും എങ്ങനെയാ ഇവൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ എന്ന് വില്ല് ഒരു നിമിഷം ഓർക്കും. അങ്ങനെ ഈഡൻ ഡേവിഡിനെ വില്ലിന് പരിചയപ്പെടുത്തി കൊടുക്കും. അന്നേരമായിരിക്കും കുറച്ച് അകലെ നിൽക്കുന്ന ഒരു പെണ്ണിനെ വില്ലിന്റെ ശ്രദ്ധയിൽ പെടുക. അവൾ വില്ലിന്റെ അത്ര ശരിയല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടാകും. ആ പെൺകുട്ടി ഓടി വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കും. അപ്പോൾ ഈഡൻ, ഇവളാണ് സാഡി, ഇവളെ ഞാനും ഡേവിഡും മെക്സിക്കോയിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. ഇപ്പോൾ ഇവൾ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. സാഡി വില്ലിനെ നോക്കി, ഈഡനും ഡേവിഡും നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് പറയും. ആ സമയം കീര എല്ലാവരോടും, ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വഴി ഒരു ചെന്നായ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് തട്ടി. എവിടുന്നാ അത് വന്നതെന്ന് അറിയില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഏകദേശം മരിക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ വില്ല് അതിനെ കൊന്നു കളഞ്ഞു എന്ന് പറയും. അപ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടെ വില്ലിനെ നോക്കും. അന്നേരം ഡേവിഡ് അവരോട്, നിങ്ങൾ ഇത്ര ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മരണവുമായി മല്ലടിക്കുന്ന ആ ജീവിയോട് അലിവ് കാണിച്ചെന്ന് വിചാരിച്ചാൽ മതി എന്നും വില്ല് ചെയ്തത് ശരിയാണെന്നുമുള്ള അർത്ഥത്തിൽ പറയും. അതിനുശേഷം വില്ല് അവിടുന്ന് നടന്ന് നേരെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകും. ആ സമയം അവന്റെ മകൻ ടൈയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളും പിന്നീട് അവൻ മരിച്ചതിന് ശേഷം ഈഡൻ അതേ അടുക്കളയിൽ നിന്ന് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതും വില്ല് എന്നിട്ട് ഈഡനെ പിടിച്ച് മാറ്റിയതും ഒക്കെ ഓർമ്മ വരും. വില്ല് ജനലിന്റെ അടുത്തേക്ക് കണ്ണുടിച്ച് നോക്കുമ്പോൾ ജനലിന് ചുറ്റും മെറ്റൽ ബാർ പിടിപ്പിച്ചതായിട്ട് അവന്റെ ശ്രദ്ധയിൽപ്പെടും. വില്ലിന് എന്തിനാ മെറ്റൽ ബാർ ജനലിന്റെ അടുത്ത് വെച്ചെന്നുള്ള ചിന്ത വരും. പെട്ടെന്ന് ഈഡൻ അവിടേക്ക് വരും. വില്ല് അപ്പോൾ ഈഡനോട്, ഇതെന്തിനാ മെറ്റൽ വിൻഡോയിൽ വെച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഈഡൻ, ഞാൻ കുറച്ചുനാൾ ഈ വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അതവിടെ വെച്ചത്. മെക്സിക്കോയിൽ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ വില്ല്, നീ ഈ കഴിഞ്ഞ 2 വർഷം മെക്സിക്കോയിലായിരുന്നോ എന്ന് ചോദിക്കും. കുറച്ചു കാലം. നീ എന്നെ പറ്റി ആലോചിക്കാറുണ്ടോ? വില്ല്, ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഈഡൻ, ഞാനിപ്പോൾ മുമ്പത്തെക്കാൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നീ എന്നെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട എന്ന് പറയും. അന്നേരം വില്ല്, നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കും. അതായത് ആ വീട് മുഴുവൻ ടൈയുടെ ഓർമ്മകളാണല്ലോ. സ്വാഭാവികമായി നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ട് ഈ ലോകത്ത് നിന്ന് പോയി കഴിയുമ്പോൾ അവരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലവും അതുമായിട്ടുണ്ടായ നിമിഷങ്ങളും എല്ലാം അത്രമേൽ വേദനാജനകമായിരിക്കുമല്ലോ. അന്നേരം ഈഡൻ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ പോലെ
പോലെ ആ ഓർമ്മകൾ എന്നെ കീറി മുറിക്കുന്നൊന്നുമില്ല എന്ന് പറയും. മകൻ മരിച്ച വിഷമം താങ്ങാനാവാതെ ഒരിക്കൽ ഡിപ്രസ്ഡ് ആയി മാനസിക നില തെറ്റിയ ആൾ താൻ ഓക്കെ ആയി കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ വില്ലി നീ ഒരുപാട് മാറിപ്പോയി എന്ന് ഈഡനോട് പറയും. അതെ, ഞാൻ മാറി. എന്നെ കാർന്നു തിന്ന വേദനകളെല്ലാം എന്നെ വിട്ടുപോയി. ഇപ്പോൾ ഞാൻ എന്റെ പെയിനിൽ നിന്നൊക്കെ ഫ്രീ ആയി. നമ്മൾക്ക് തന്നെ നമ്മളുടെ വേദനകളെ കൺട്രോൾ ചെയ്യാനും അത് ഇല്ലാതാക്കാനും ഒക്കെ പറ്റും. ആ സമയം അവരുടെ ഫ്രണ്ടായ ബെൻ അവിടേക്ക് വന്നിട്ട് എന്താ രണ്ടുപേരും സംസാരിക്കുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഈഡൻ ഞാൻ വില്ലിനോട് നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ഇമോഷണൽ പെയിൻ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനും ഇല്ലാതാക്കാനും ഒക്കെ പറ്റുമെന്ന് പറയുകയായിരുന്നു. ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനാകും. അപ്പോൾ ബെൻ ഈഡൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഇതെന്തൊക്കെ വട്ട നീ വിളിച്ച് പറയുന്നത് എന്ന രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഈഡൻ അത് ഇഷ്ടപ്പെടില്ല. അവൾ നേരെ ബെന്നിന്റെ മുഖത്തടിക്കും. എന്നാൽ ഈഡൻ ശരിക്കും എന്തിനാ അടിച്ചതെന്ന് വില്ലിനും ബെന്നിനും ഒരുപോലെ മനസ്സിലാകില്ല. ഈഡൻ ബെന്നിനോട് നീ എല്ലാ കാര്യങ്ങളും സീരിയസ് ആകാതെ തമാശ രീതിയിൽ എടുത്താൽ ഒരിക്കലും നിനക്ക് ആളുകൾ പറയുന്ന കാര്യങ്ങളുടെ പ്രസക്തി മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. എന്നാൽ ഈഡൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന മൈൻഡിലായിരിക്കും ബെന്നും വില്ലും. ഈഡൻ പോയതിനു ശേഷം വില്ല് ബെന്നിനോട് ഈഡനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവൾ ഇത്ര നേരം ഇതുപോലെ തന്നെയാണോ പെരുമാറിയത് എന്ന് ചോദിക്കും. അത് കേട്ട് ബെൻ ഇവൾ മാത്രമല്ല ഡേവിഡും ഇതുപോലെ തന്നെയായിരുന്നു, അതുപോട്ടെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. എനിക്കറിയില്ല. അല്ല നിന്റെ വൈഫ് അമാൻഡ എന്തു പറയുന്നു? ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് തന്നെ അവളും കുട്ടികളും ഇപ്പോൾ അവളുടെ വീട്ടിലാണുള്ളത്. ആ സീൻ അവിടെ കട്ടാകും. ശേഷം ആരോ കോളിംഗ് ബെല്ലടിക്കും. അപ്പോൾ അത് ഡേവിഡിന്റെയും ഈഡന്റെയും ഫ്രണ്ടായ പ്രൂവിറ്റ് ആയിരിക്കും. ടോമി അപ്പോൾ എല്ലാവരോടും ചോയ് എവിടെ, അവനെ എന്താ ഇത്ര നേരമായിട്ടും കാണാത്തതെന്ന് ചോദിക്കും. അന്നേരം ജീന ഡേവിഡിനോട് നിന്നെ ചോയ് വിളിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലേറ്റ് ആകുമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഡേവിഡ് ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കരുതിയത് അവൻ നിങ്ങളുടെ കൂടെ വരുമെന്നാണെന്ന് പറയും. അന്നേരം ജീന വിളിച്ചു നോക്കാനാണെങ്കിൽ ഇവിടെ റേഞ്ച് പോലും കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. അത് കേട്ട് ഈഡൻ ഇവിടെ സിഗ്നൽ കിട്ടില്ല, പിന്നെ ഇവിടെ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ കുറച്ചു കാലം മെക്സിക്കോയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടുത്തെ ലാൻഡ് ലൈനിന്റെ ബില്ലൊന്നും അടക്കാൻ പറ്റിയില്ല, സോ അത് ഡിസ്കണക്ട് ആയി എന്ന് പറയും. ആ സമയം ഡേവിഡ് ഒരു റൂം ലോക്ക് ചെയ്യുന്നുണ്ടാകും. അത് കണ്ട് ഡേവിഡിനോട് വില്ല് നീ എന്തേ ആ റൂം ലോക്ക് ചെയ്തതെന്ന് ചോദിക്കും. അത് കേട്ട് ഡേവിഡ് ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറി ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പേടിപ്പിച്ചു, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ റൂമും ലോക്ക് ചെയ്യുന്നതെന്ന് പറയും. അന്നേരം വില്ല് ഞാൻ അങ്ങനെ ഒരു ന്യൂസ് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ബെന്നെ നീ അറിഞ്ഞില്ല എന്ന് വെച്ച് ഈ പറഞ്ഞ ന്യൂസ് ഇല്ലാത്തതാവണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കും. ആ സമയം ഈഡൻ വില്ലിനോട് നീ ഒരു കാര്യം ചെയ്യാമോ, നിനക്കറിയാലോ നമ്മൾ ഫയർവുഡ് എവിടെയാ വെക്കാരെന്ന്, അതൊന്ന് എടുത്തിട്ട് വരാമോ എന്ന് ചോദിക്കും. അങ്ങനെ വില്ല് അത് എടുക്കാൻ പോകും. കീരയും അവന്റെ കൂടെ പോകാൻ നോക്കുമ്പോൾ ഈഡൻ കീരയോട് വില്ല് എപ്പോഴും ഇതുപോലെ സ്ട്രെസ്സും സാഡുമായിട്ടാണോ ഉണ്ടാവാറ് എന്ന് ചോദിക്കും. അപ്പോൾ കീര ചില സമയങ്ങളിൽ എന്ന് മറുപടി കൊടുക്കും. ആ സീൻ അവിടെ കട്ടാകും. മറുഭാഗത്ത് വില്ല് ഫയർവുഡ് എടുക്കാൻ നോക്കുമ്പോൾ ഈഡൻ അവളുടെ റൂമിലെ ഡ്രോയറിൽ എന്തോ ഒന്ന് വെക്കുന്നത് അവൻ കാണും. അത് കണ്ട വില്ലിന് എന്തൊക്കെയോ സംശയങ്ങൾ വരും. അങ്ങനെ വില്ല് ഫയർവുഡ് എടുത്ത് അകത്ത് വെച്ച് നേരെ ഈഡന്റെ റൂമിൽ കയറി അവൾ എന്താ ഡ്രോയറിൽ വെച്ചതെന്ന് നോക്കും. ആ ഡ്രോയറിൽ അവൻ കണ്ടത് ടാബ്ലറ്റ് നിറച്ച ഒരു ബോട്ടിലായിരിക്കും. അതും കൂടി കണ്ടപ്പോൾ വില്ലിന് സംശയം കൂടാൻ തുടങ്ങും. അതേസമയമായിരിക്കും ജീനയുടെ സാഡി അവൾ മെക്സിക്കോയിലെ ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന കൾട്ട് ഗ്രൂപ്പിലുള്ള കാര്യം പറയുക. അത് കേട്ടിട്ട് മിഗ്വൽ ഈഡനോട് അപ്പോൾ നീയും ഡേവിഡും ഈ കൾട്ട് ഗ്രൂപ്പിലെ ഭാഗമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈഡൻ അതെ എന്ന് പറയും. അന്നേരം ഡേവിഡ് എല്ലാവരോടും നിങ്ങൾ കരുതുന്നത് പോലെ ഇതത്ര മോശം കാര്യമൊന്നുമല്ല, ഇത് ഏതാണ്ട് സയൻസ് പോലെയാണ്, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കൾട്ടിന്റെ ഭാഗമാണെന്ന് പറയും. അപ്പോൾ ടോമി ശരിക്കും ഈ കൾട്ടിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ഡേവിഡ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്റെ ലാപ്ടോപ്പ് എടുത്ത് ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന കൾട്ട് ഗ്രൂപ്പിന്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കും. ശരിക്കും ജോസഫ് എന്ന് പറയുന്ന ആളാണ് ഈ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ കൾട്ട് ലീഡ് ചെയ്യുന്നത്. കുറെ ആളുകൾ ഈ കൾട്ട് ഗ്രൂപ്പിൽ അംഗമാകാൻ വരുന്നുണ്ട്. പ്രധാനമായും കൊല്ലുന്നതിലൂടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ മരിച്ചതോർത്ത് ദുഃഖിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, വേദനിച്ച് ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാക്കാനും മരണം വഴി അവരുടെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ കാണാനാകുമെന്നും അതുവഴി അവരുടെ വേദനകളെല്ലാം ഒഴിവാക്കാനാകുമെന്നാണ് ഈ കൾട്ട് ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ തന്നെ ഒരു ആനി എന്ന് പറയുന്ന പെൺകുട്ടിയെ ജോസഫും അയാളുടെ കൂടെയുള്ളവരും കൂടി കൊല്ലുന്നതാണ് പിന്നീട് കാണിക്കുക. ആനിയുടെ ഹസ്ബൻഡും ഫാദറും മരിച്ചതാണ്. അതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട് ഇപ്പോഴും. അവളോട് നീ അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ വെച്ച് കാണുമെന്നും അങ്ങനെ നിന്റെ വേദനകളൊക്കെ ഇല്ലാതാകുമെന്ന് അവർ പറയുന്നുണ്ടാകും. ശേഷം അവർ ആനിയെ കൊല്ലും. ഇതൊക്കെ കണ്ട് അവിടെ കൂടി എല്ലാവർക്കും എന്തോ പോലെയാകും. ബെൻ ഇതൊക്കെ ശരിക്കും നടന്നതാണോ എന്ന് ഈഡനോട് ചോദിക്കും. അപ്പോൾ ഈഡൻ അതെ, അവൾക്ക് ക്യാൻസർ ആണ്, ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെയല്ലേ, അതുമല്ല അവൾക്കിനി മരിച്ചാൽ അവളുടെ അച്ഛൻ
വൈഫിനെയും ഭർത്താവിനെയും കാണാൻ പറ്റുമല്ലോ എന്ന് പറയും. അപ്പോൾ ടോമി അത് കണ്ടിട്ട് ഡിസ്റ്റർബിംഗ് എന്നും സാഡി ബ്യൂട്ടിഫുൾ എന്നും പറയും. വില്ല് ഡേവിഡിനോട് നീ എന്തിനാ ഈ പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കാണിക്കുന്നു എന്ന് ചോദിക്കും. ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലെ വല്ലാത്ത വേദനകളിലൂടെ കടന്നു പോയ ആളാണ്. എനിക്ക് നല്ല ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. അവസാനം ജോസഫ് ആണ് എന്നെ ഈ കൾട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിക്കവർ ആകാൻ ഹെൽപ്പ് ചെയ്തത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ചവരാണ്. വേദനകളൊക്കെ നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് കളയാനാകും. അങ്ങനെ ഡേവിഡ് ഈഡന്റെയും വില്ലിന്റെയും മകനായ ടൈയുടെ മരണത്തെ കുറിച്ച് പറയാൻ നോക്കുമ്പോൾ വില്ല് ഡേവിഡിനോട് ഡേവിഡ് വേണ്ട, ആ കാര്യങ്ങൾ ഇവിടെ പറയണ്ട എന്ന് പറയും. അപ്പോൾ ഈഡൻ വില്ലിനോട് നിനക്കറിയില്ലേ ടൈ മരിച്ച സമയത്ത് എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും ഞാൻ എത്ര തവണ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതെന്നും. എന്നാൽ ഈ കൾട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓക്കെയായി. എന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ മറന്നു. ഞാൻ പൂർണ്ണമായും ഓക്കെയായി എന്ന് പറയും. നിനക്കിതൊക്കെ ഇത്ര എളുപ്പമായിരുന്നു? അപ്പോൾ ടോമി ഇനി ഇത് തുടർന്നാൽ ശരിയാകില്ല എന്ന് കരുതി വില്ലിനോട് മതി മതി എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. അപ്പോൾ ആരോ ഡോർബെൽ റിങ് ചെയ്യും. പ്രൂവിറ്റും ഡേവിഡും കൂടി വാതിൽ തുറന്നു നോക്കും. ഡേവിഡിന്റെ പെരുമാറ്റത്തിൽ ഉടനീളം വില്ലിന് സംശയം തോന്നും. ഡേവിഡ് വില്ലിനോട് അത് കുറച്ച് കപ്പിൾസ് ഇവിടെ എവിടെയോ പാർട്ടി നടക്കുന്നുണ്ട്, അത് എവിടെയാ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. ശേഷം വില്ല് അവൻ നേരത്തെ എടുത്ത് ടാബ്ലറ്റ് നോക്കുമ്പോൾ മിഗ്വൽ അവിടെ വില്ലിനോട് സംസാരിക്കാൻ പോകും. മിഗ്വൽ ഒരു ഡോക്ടറാണ്. വില്ല് അവനോട് നിനക്ക് ഈ മരുന്ന് എന്താണെന്ന് അറിയാമോ? എനിക്കിത് ഈഡന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ മിഗ്വൽ എടാ ഇത് ബാർബിറ്റൂരറ്റ്സ് ആണ്, ആൻസൈറ്റി, ഉറക്കക്കുറവ് അതൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്നതാണ് ഈ മരുന്ന് എന്ന് പറയും. ഈ മരുന്ന് അപകടകാരിയാണോ? അന്നേരം മിഗ്വൽ മരുന്നായാലും എന്തായാലും ഒരു അളവിൽ കൂടുതൽ കഴിച്ചാൽ ദോഷം തന്നെയാണ്. ഇതിപ്പോ കൂടുതലും ആൻസൈറ്റി ഇൻസോമിയ ഉള്ള ആൾക്കാരുടെ അടുത്ത് സ്ഥിരമായി കാണുന്ന മെഡിസിൻ ആണ്. സോ ഇത് വലിയ സംഭവമായിട്ട് നീ എടുക്കണ്ട എന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. ശേഷം ഡേവിഡിനോട് സംസാരിക്കുന്ന നേരത്ത് മിഗ്വൽ ഡേവിഡിനോട് നീ എന്തോ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്നത് എന്നാണ് വില്ല് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഡേവിഡ് വില്ലിനോട് കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനും മീഡനും വിയേർഡാണെന്നാണ്, പക്ഷെ നമ്മൾ അവരെക്കാൾ എത്രയോ ഹാപ്പി ആണെന്ന് എന്തൊക്കെയോ അർത്ഥത്തിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഡേവിഡ് പോയതിനു ശേഷം വില്ല് മിഗ്വലിനോട് എടാ നീ എന്തിനാ ഞാൻ പറഞ്ഞ ആ ടാബ്ലറ്റിന്റെ കാര്യമൊക്കെ അവനോട് പറഞ്ഞത്? എനിക്കെന്തോ ഇവിടമെല്ലാം വിചിത്രമായിട്ട് തോന്നുന്നു. എന്തോ ഒന്നും ശരിയില്ലാത്തത് പോലെ. ഞാൻ വെറുതെ പറയുകയല്ല എന്ന് പറയും. എന്നാൽ ടോമിയും മിഗ്വലും അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല. ആ സീൻ അവിടെ കട്ടാകും. ശേഷം സംസാരവും അതിനിടയിൽ ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയി എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയത്ത് പ്രൂട്ട് എല്ലാവരോടും ആയിട്ട് എനിക്കൊരു വൈഫ് ഉണ്ടായിരുന്നു, മാർഗരറ്റ് എന്നായിരുന്നു അവളുടെ പേര്. അവൾ വളരെ നല്ല വ്യക്തിയായിരുന്നു. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം നമ്മൾ രണ്ടുപേരും മദ്യപിച്ച സമയത്ത് നമ്മൾ രണ്ടുപേരും ചെറിയ കാര്യം പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങി. പിന്നെ അത് വലുതായി. പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളെ തള്ളി താഴെയിട്ടു. അന്നേരം അവളുടെ തലയിടിച്ച് അവൾ അപ്പം തന്നെ മരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീടുള്ള 7 വർഷം ജയിലിലായിരുന്നു. അങ്ങനെ എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഖേദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ കൾട്ടിൽ വന്നതിന് ശേഷം എന്നെ വേട്ടയാടി കൊണ്ടിരിക്കുന്ന കുറ്റബോധം ഇല്ലാതായി. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാർഗരറ്റിനെ എന്തായാലും എനിക്ക് കാണാൻ പറ്റും. എന്നാൽ ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടും. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലെയർ എന്ന പെണ്ണിനെ അതൊക്കെ കേട്ടിട്ട് എന്തോ അൺകംഫർട്ടബിൾ ആകും. അവൾ അവരോട് എനിക്ക് വീട്ടിലേക്ക് പോകണം, ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ഡേവിഡ് ക്ലെയറിനോട് ക്ലെയർ കമോൺ, ഇതൊന്നും കേട്ട് നീ പേടിക്കുകയൊന്നും വേണ്ട, വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ഡേവിഡ് അവൾക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൾ പൊക്കോട്ടെ, നീ എന്തിനാ പിടിച്ചു വെക്കാൻ നോക്കുന്നേ? അപ്പോൾ ഡേവിഡ് ശരി ശരി എങ്കിൽ പോക്കോളൂ എന്ന് പറയും. ക്ലെയർ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ വില്ല് അവളോട് നിന്റെ കാർ പാർക്ക് ചെയ്ത ഇടം വരെ ഞാൻ നിന്നെ കൊണ്ടുചെന്ന് ആക്കാൻ വരണോ എന്ന് ചോദിക്കും. എന്നാൽ ക്ലെയർ വേണ്ട വേണ്ട ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. അന്നേരം പ്രൂട്ടി ക്ലെയറിനോട് നിന്റെ വണ്ടിയുടെ പിറകിലാണെന്ന് തോന്നുന്നു ഞാൻ എന്റെ വണ്ടി നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അത് മാറ്റിത്തരാം എന്ന് പറയും. ആ സമയം വില്ലിന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് പ്രൂട്ടി ക്ലെയറിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് വിൻഡോയിലൂടെ അവരെ നോക്കും. അന്നേരം ഡേവിഡ് വില്ലിനോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. ശേഷം ഡേവിഡ് വില്ലിനോട് എനിക്കും ഈഡനും നീ അത്രക്കും ഇമ്പോർട്ടന്റ് ആയത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ ഈ പാർട്ടിക്ക് വിളിച്ചത്. എന്നാൽ നീ എന്തോ ഞങ്ങളെ സംശയിക്കുന്നതിന്റെ കണ്ണിലാണ് കാണുന്നത്. ഞാൻ നേരത്തെ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി നേരത്തെ നീ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചു. അതുപോലെ എന്റെ ഫ്രണ്ട് പ്രൂവിട്ട് ക്ലെയറിന്റെ കൂടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് വരെ പോയപ്പോൾ നീ വിൻഡോയിലൂടെ അവൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ച് നോക്കി നിന്നു.
എന്തൊക്കെയോ പെക്യൂലിയർ ആയിട്ടാണ് നീ ബിഹേവ് ചെയ്യുന്നത്. അത് കേട്ട വില്ല് സോറി, ഞാൻ മനസ്സുകൊണ്ട് ഇവിടേക്ക് വരാൻ പ്രിപ്പയർ ആയിരുന്നില്ല. ചിലപ്പോൾ അതായിരിക്കാം എന്റെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് കാരണമെന്ന് പറയും. എനിക്ക് മനസ്സിലായി, എനിക്ക് നിന്റെ പെയിൻ മനസ്സിലാകും. ഞാനും ഇതേ വഴിയിലൂടെ കടന്നു പോയതാണ്. സ്റ്റോപ്പ് ഇറ്റ് ഡേവിഡ്. നിനക്കൊരിക്കലും എന്റെ വേദന എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരിക്കലും മനസ്സിലാകില്ല. അതേസമയം പ്രൂട്ട് വന്നിട്ട് ഡേവിഡിനോടും വില്ലിനോടും എനിക്കെന്തോ ക്ലെയർ പേടിച്ചത് കണ്ടിട്ട് വല്ലാതായി. ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് എന്നോടുള്ള വിരോധം മാറി. അവൾ ഓക്കെ ആയി, എന്നെ മനസ്സിലായി എന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ വില്ല് പൂളിന്റെ അടുത്ത് നിന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ സേഡി വന്നിട്ട് വില്ലിനോട് നിങ്ങളും കീരയും തമ്മിൽ അത്ര നല്ല സ്വരത്തിലല്ല അല്ലേ, അവൾ എന്തോ നിങ്ങളോട് അകൽച്ച പാലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ വില്ലി ഇല്ല, ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പവുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറയും. അന്നേരം സാഡി വാ അകത്തേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ വില്ലി എനിക്കൊരു കോൾ ചെയ്യാനുണ്ടെന്ന് പറയും. അത് കേട്ട് സാഡി ഇവിടെ സിഗ്നൽ ഒന്നും കിട്ടില്ല എന്ന് പറയും. അന്നേരം വില്ലി അല്ല, സിഗ്നൽ ഇടക്ക് വരും പോകും എന്ന് മറുപടി കൊടുക്കും. ആ സമയം സാഡി വില്ലിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കും. എന്നാൽ വില്ലിന് അതിലൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറും. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം വില്ല് തനിച്ച് നിൽക്കുന്ന സമയത്ത് ടോമി വന്നിട്ട് നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ വില്ലി എനിക്കെന്തോ തനിച്ച് നിൽക്കാൻ തോന്നി, പിന്നെ ഇവിടെ എനിക്ക് ഈ വീടും പരിസരവും എന്തോ ആകെ മൊത്തം പന്തികേട് തോന്നുന്നു. ഈ പാർട്ടിയുടെ മറവിൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ നടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. പിന്നെ ക്ലെയറിനെ കുറിച്ചാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവൾക്ക് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് പോയത്, അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈഡൻ ഈ 2 വർഷത്തിനിടയിൽ അവളുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ഒരുപാട് മാറി, ശരി തന്നെയാണ്. പക്ഷെ എല്ലാവരും അവരവരുടെ വേദനകൾ കടിച്ചമർത്തുന്നത് ഓരോ രീതിയിലായിരിക്കും. ഇവിടെ ഈഡൻ അവളുടെ വേദനകൾ കടിച്ചമർത്തുന്നത് താൻ ഹാപ്പി ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. എന്നാലും വില്ലി അവൻ എന്തോ ഇവിടെ സേഫ് ആയിട്ട് തോന്നുന്നില്ല എന്ന് തന്നെ പറയും. ഇവനോട് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ടോമി അവിടുന്ന് പോകും. അതേസമയം വില്ലിന്റെ ഫോണിൽ സിഗ്നൽ വരും. അന്നേരം അവന് റേഞ്ച് ഇല്ലാത്ത സമയത്ത് ആരോ അവന്റെ ഫോണിൽ അയച്ച മെസ്സേജും വരും. ഞാൻ 7 മണിക്ക് നിങ്ങളെക്കാൾ നേരത്തെ ഇവിടെ ഈഡന്റെ വീട്ടിലെത്തി, ബട്ട് ഞാൻ ഡെസേർട്ട് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് നീ അത് വാങ്ങിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ചോയിയുടെ വോയിസ് മെസ്സേജ് ആയിരിക്കും അത്. 7 മണിക്ക് അവിടെ എത്തിയ ചോയിയെ അവിടെ എങ്ങും കാണാത്തത് കൂടി ആയപ്പോൾ വില്ലിന് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ഈഡനോട് ചോയ് എവിടെയെന്നും ചോയ് 7 മണിക്ക് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഡേവിഡ് ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്ന് മറുപടി കൊടുക്കും. അവൻ എന്നോട് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതാണ്, എന്നോട് നിങ്ങൾ കള്ളം പറയാൻ നിൽക്കേണ്ട. അപ്പോൾ ഈഡൻ ഡേവിഡ് പറയുന്നത് കള്ളമല്ല, ചോയ് ഇവിടെ വന്നിട്ടില്ല എന്ന് വാദിക്കും. അന്നേരം ബെന്നി ചിലപ്പോൾ ചോയ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാകുമെന്ന് വില്ലിനോടായിട്ട് പറയും. ഇവിടെ എന്തൊക്കെയോ പന്തികേടുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രൂവിട്ട് വില്ലിനോട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. വില്ലി സാഡിയെയും പ്രൂവിട്ടിനെയും ഉദ്ദേശിച്ചുകൊണ്ട് സത്യത്തിൽ നിങ്ങളൊക്കെ ആരാ എന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല എന്ന് പറയും. എന്നിട്ട് അവൻ ഈഡനോട് നിന്നെ ഞങ്ങൾ 2 വർഷത്തോളം കണ്ടിട്ടില്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഞങ്ങളെ പാർട്ടിക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു, നീ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, എന്തൊക്കെ വികൃതമായ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുന്നു, അതുകൊണ്ട് നീ ഇതൊക്കെ വെറും സ്വാഭാവികമാണെന്ന് എന്നോട് പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങളുടെ ആ കൾട്ടിന്റെ വീഡിയോ അത് ശരിക്കും ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരാളെ കൊല്ലുന്നതിൽ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ആ വീഡിയോസ് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ഒന്ന് പറ ചോയ് എവിടെയാണെന്ന്. വിൽ നോക്ക്, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത്. അത് കേട്ട വില്ലി അല്ല എങ്കിൽ പറയ്, എന്തിനാ നീ ആ ഡോർ ലോക്ക് ചെയ്തത്, വിൻഡോയിൽ മെറ്റൽ ബാർ വെച്ചത് എന്തിനാ, അതുപോലെ ആ മരുന്ന് എന്തിനാ നിങ്ങളുടെ റൂമിൽ ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ ചോദ്യം ഉയർത്തും. ആ സമയം ആരോ ഡോർ ബെല്ല് റിങ് ചെയ്യും. അത് വേറെ ആരുമല്ല ചോയ് ആയിരിക്കും. ചോയ് എല്ലാവരോടും സോറി, ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വർക്കിന്റെ ആവശ്യത്തിന് എനിക്ക് കോൾ വന്നത് കൊണ്ട് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു എന്ന് പറയും. അത് കേട്ട വില്ലിന് വെറുതെ താൻ ഈഡനെയും ഡേവിഡിനെയും സംശയിച്ചെന്നുള്ള രീതിയിൽ കുറ്റബോധം തോന്നും. വില്ല് അവരോട് സോറി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ വില്ലിനോട് കീര മകന്റെ മരണം മൂലമാണ് വില്ല് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് കരുതി വില്ലിനോട് പറയും. വിൽ നിന്റെ മകന് സംഭവിച്ചതൊന്നും ഇനി മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നീ അതൊക്കെ വിട്ട് കളഞ്ഞൊന്ന് മൂവ് ഓൺ ചെയ്യണം. ടൈയെ മറക്കി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നിനക്കൊരു മാറ്റം അനിവാര്യമാണ്. അത് കേട്ട് വില്ല് നീ ഈടനെ നോക്ക്, ഞാനും അതുപോലെ മാറണം എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്, അതാണോ നീ ഈ മൂവ് ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ വില്ല് ഒരു റൂമിൽ ഇരുന്ന് പഴയ കാര്യങ്ങൾ ഓർത്ത് കരയുമ്പോൾ ഡേവിഡ് പുറത്തൊരു റെഡ് ലാൻഡൺ കത്തിക്കുന്നത് കാണും. എന്നാൽ അത് എന്തിനാണെന്ന് വില്ലിന് പിടികിട്ടില്ല. ആ സമയം പ്രൂവിട്ട് വന്ന് വില്ലിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കും. വില്ല് അവിടേക്ക് പോകും. ഈഡൻ എല്ലാവർക്കും വൈൻ ഒഴിച്ചു കൊടുക്കും. എല്ലാവരും അത് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ വില്ല് അവരുടെ കയ്യിലുള്ള വൈൻ ഗ്ലാസ് പേടിച്ച് മാറ്റി പൊട്ടിച്ചിട്ട് ആരും ആ വൈൻ കുടിക്കരുതെന്നും അതിലെന്തോ കലർത്തിയിട്ടുണ്ടെന്നും പറയും. എന്നിട്ട് നമ്മൾക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണമെന്ന് കീരയോട് പറഞ്ഞിട്ട് അവിടുന്ന് ബഹളം വെക്കും. അപ്പോൾ സാഡി ദേഷ്യത്തിൽ നീ
എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് വില്ലിനെ അടിക്കാൻ നോക്കും. അന്നേരം വില്ല് സാഡിയെ പിടിച്ചു മാറ്റും. അതിനിടയിൽ അവളുടെ തല ഒരു ടേബിളിൽ അടിച്ചിട്ട് അവളുടെ ബോധം പോകും. അന്നേരം നീ ഏതെന്ത് പണിയാ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വില്ലിനെ ഈഡൻ വഴക്ക് പറയും. മിഗ്വിൽ സാഡിയെ പരിശോധിച്ച ശേഷം ഈഡനോട് വേഗം ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവാ, അതുപോലെ ബെന്നിനോട് വേഗം മെഡിക്കൽ ഹെൽപ്പിനെ വിളിക്കെന്ന് പറയും. കീര നോക്കുമ്പോൾ ജീനി ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്നുണ്ടാകും. അപ്പോൾ ജീന എല്ലാവർക്കും മുമ്പേ ആ വൈൻ കുടിച്ചത് അവർ ഓർക്കും. വില്ല് ഇത്ര നേരം പറഞ്ഞതൊക്കെ ശരിയാണെന്നും ഈഡനും ഡേവിഡും കൂടി എല്ലാവരെയും ട്രാപ്പിലാക്കാൻ നോക്കിയതാണെന്നും ആ വൈനിൽ അവർ എന്തോ കലർത്തിയിട്ടുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് മിഗ്വൽ വേഗം വേഗം മെഡിക്കൽ ഹെൽപ്പിനെ വിളിക്കെന്ന് ബെന്നിനോട് പറയും. പക്ഷെ ബെന്നിനാണെങ്കിൽ വിളിക്കാൻ സിഗ്നൽ കിട്ടുന്നുണ്ടാകില്ല. ആ സമയത്ത് ഡേവിഡ് തോക്കെടുത്ത് മിഗ്വലിനെ വെടിവെച്ച് കൊല്ലും. എല്ലാവരും അത് കണ്ട് പേടിക്കും. അന്നേരം പ്രൂട്ട് ഡേവിഡിന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിച്ചിട്ട് ജോയിയെ വെടിവെക്കും. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ചിലർ വാതിൽ തുറക്കാൻ ശ്രമിക്കും. എന്നാൽ ആ ശ്രമമൊക്കെ വെറുതെയായി പോകും. കാരണം എല്ലാ ഡോറും ലോക്ക് ആയിരിക്കും. അപ്പോൾ സാഡി വന്ന് വില്ലിനെ അടിക്കാൻ നോക്കും. വില്ല് അവളെ പിടിച്ചു മാറ്റി ഒരു റൂമിൽ കൊണ്ടിട്ട് ആ റൂം ലോക്ക് ചെയ്യും. എന്നിട്ട് വില്ലും കീറിയും ഓടിപ്പോയിട്ട് പൂളിന്റെ ഭാഗത്തുള്ള ഡോറ് തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അതും ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അവർ അവിടെ ഉണ്ടായിരുന്ന വിൻഡോ വഴി നോക്കുമ്പോൾ കാണുന്നത് ബെന്നിനെ ഡേവിഡും പ്രൂട്ടും ചേർന്ന് കൊല്ലുന്നതാണ്. ഇതൊക്കെ കണ്ട് അവർ രണ്ടുപേരും പേടിക്കും. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് മെല്ലെ ഹാളിലേക്ക് നടക്കും. അപ്പോൾ അവർ ഡേവിഡും ഈഡനും സംസാരിക്കുന്നത് കേൾക്കും. ഈഡൻ ഡേവിഡിനോട് ഇത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും. അപ്പോൾ ഡേവിഡ് അല്ല തെറ്റല്ല, ജോസഫ് നമ്മളോട് പറഞ്ഞതല്ലേ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന്. നമ്മൾ ഇതിനു വേണ്ടിട്ട് ജോസഫ് തിരഞ്ഞെടുത്തതാണ്. നമ്മളുടെ വേദനകൾ ഇല്ലാതാക്കാൻ ഇത് മാത്രമാണ് ഒരേ ഒരു വഴി എന്നൊക്കെ അവളോട് പറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൾട്ടിൽ പറയുന്നത് മരണം കൊണ്ട് എല്ലാ വേദനകളും ഇല്ലാതാക്കാൻ പറ്റുമെന്നാണല്ലോ. ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ ഈ കൾട്ടിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് ഡെത്താണ് പീസ് എന്നും മരണത്തിന് നമ്മളുടെ എല്ലാ വേദനകളിൽ നിന്നും മുക്തമാക്കാൻ പറ്റുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇവർ ഇവിടെ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് വന്ന എല്ലാവരും വൈൻ കൊടുത്ത് കൊല്ലുക, അതിനോടൊപ്പം ഈഡനും ഡേവിഡും കൂടി സ്വയം മരിക്കുക എന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നാണ് അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ നേരത്തെ വില്ലി ഈഡന്റെ റൂമിൽ കണ്ട ആ മരുന്ന് ഈഡൻ വൈനിൽ ചേർക്കാൻ വേണ്ടി വെച്ച മരുന്നായിരുന്നു. വില്ലിന് എന്തൊക്കെയോ സംശയങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഈഡൻ വില്ലിന്റെ ശ്രദ്ധ തിരിച്ച് അവൻ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വൈനിൽ ആ മരുന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈഡൻ വില്ലിനോട് പോയിട്ട് ഫയർവുഡ് എടുക്കാൻ പറഞ്ഞത്. വൈനിൽ ആ മരുന്ന് ചേർത്തതിന് ശേഷം ഈഡൻ ആരും കാണാതെ അത് ആ റൂമിലെ ഡ്രോയറിൽ വെക്കുമ്പോഴായിരുന്നു വില്ലി ഈഡനെ ആ റൂമിൽ നിന്ന് കണ്ടത്. ഈഡന്റെ ഉള്ളിൽ എവിടെയോ അവർ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയല്ല എന്ന് ഡേവിഡിനോട് അവൾ പറഞ്ഞത്. പക്ഷെ ഡേവിഡിനെയും പ്രൂട്ടിനെയും ഈഡനെയും ഒക്കെ ജോസഫ് അത്രയ്ക്കും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഈഡന്റെ മകന്റെ മരണം കാരണത്താലാണ് അവൾ മെക്സിക്കോയിലെ ആ കൾട്ട് ഗ്രൂപ്പിലെ അംഗമായത്. ജോസഫ് അവളോട് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ മരിച്ചു പോയ വേണ്ടപ്പെട്ടവരെ അവിടെ വെച്ച് കാണാൻ പറ്റുമെന്നായിരുന്നു. ഇങ്ങനെ സ്വയം മരിക്കുന്നതും അതിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരെ കൊന്ന് അവരുടെ വേദനകൾ ഇല്ലാതാക്കുന്നതുമൊക്കെ എന്തോ ഒരു വലിയ പുണ്യകർമ്മമായിട്ടാണ് ആ കൾട്ടിലുള്ളവർ കണക്കാക്കുന്നത്. വില്ലി കീരിയുടെ മുകളിൽ ഗാരേജിന്റെ അടുത്തൊരു ഡോറുണ്ട്, നമ്മൾക്ക് അതുവഴി രക്ഷപ്പെടാമെന്ന് പറയും. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകും. മറുഭാഗത്ത് ഡേവിഡും പ്രൂട്ടും ഈഡനും കീരയെയും വില്ലിനെയും അന്വേഷിക്കുന്നുണ്ടാകും. മുകളിലേക്ക് പോകും വഴി വില്ലി കാണുന്നത് പ്രൂട്ടിന്റെ വെടികൊണ്ട് മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സാഡിയെ ആയിരിക്കും. വില്ലി മെല്ലെ സാഡിയുടെ മടിയിൽ കിടന്നിരുന്ന ഫയർ പോക്കർ എടുത്ത് മുകളിലേക്ക് നടക്കും. എന്നാൽ മുകളിൽ ഗാരേജിന്റെ അടുത്ത് വില്ലി പറഞ്ഞതുപോലെ അങ്ങനൊരു ഡോറേ ഉണ്ടാകില്ല. വില്ലി കീരയോട് ഞാനും ഈഡനും താമസിച്ച സമയത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു എന്ന് പറയും. വില്ലിന് അതൊക്കെ ഈഡൻ എടുത്തു മാറ്റി എന്ന് മനസ്സിലാകും. അപ്പോഴായിരിക്കും പിറകിലൂടെ തോക്ക് ചൂണ്ടിക്കൊണ്ട് വരുന്ന പ്രൂട്ടിനെ അവർ കാണുക. വില്ലും കീരയും വേഗം അവിടെയുള്ള ചെയറിന്റെ അടുത്തായിട്ട് ഒളിഞ്ഞിരിക്കും. പ്രൂട്ട് അവരുടെ അടുത്ത് എത്താറായി എന്ന് മനസ്സിലാക്കിയ വില്ല് മെല്ലെ മുട്ടിലെഴിഞ്ഞു പോയിട്ട് വാളിന്റെ അടുത്ത് ഒളിഞ്ഞിരിക്കും. എന്നിട്ട് അവൻ പ്രൂട്ടിനെ കയറി പിടിച്ച് അവർ തമ്മിൽ പിടിയും വലിയുമാകും. പ്രൂട്ട് വില്ലിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ കീര വന്ന് ഒരു വൈൻ ബോട്ടിൽ കൊണ്ട് പ്രൂട്ടിന്റെ മുഖത്തടിക്കും. പിന്നെയും നിർത്താതെ അവൾ അതുകൊണ്ട് അടിക്കും. അങ്ങനെ അവസാനം പ്രൂട്ട് മരിക്കും. അതിനുശേഷം കീരയും വില്ലും പേടിച്ച് നടക്കുമ്പോൾ ഉണ്ടാവും തോക്കുമായി അവരുടെ മുന്നിൽ നിൽക്കുന്ന ഈഡൻ വില്ലിനെ ഷൂട്ട് ചെയ്യും. എന്നാൽ വില്ലിന്റെ കയ്യിലായിരിക്കും അത് കൊള്ളുക. എന്നിട്ട് അവൾ ഐ ആം സോറി എന്ന് പറഞ്ഞ് സ്വയം വെടിവെച്ച് മരിക്കും. കാരണം മരണം വേദന ഇല്ലാതാക്കും എന്നാണല്ലോ അവളെ ആ കൾട്ടിലുള്ളവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശേഷം കീര ഈഡന്റെ കയ്യിലുള്ള തോക്ക് എടുത്തു നോക്കും. അപ്പോൾ അതിൽ ബുള്ളറ്റ് ഉണ്ടാകില്ല. ഡേവിഡ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും അന്വേഷിച്ച് മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ടോമി ഡേവിഡിനെ പിടിച്ച് വലിച്ച് താഴെയിടും. പിന്നീട് അവർ തമ്മിൽ പിടിയും വലിയുമാകും. അന്നേരം ടോമി അവന്റെ കയ്യിലുണ്ടായ
കത്തി കൊണ്ട് ഡേവിഡിനെ കുത്തിക്കൊല്ലും. ആ സീൻ അവിടെ കട്ടാകും. ശേഷം ടോമിയും കീരയും വില്ലും പുറത്തിറങ്ങും. വില്ല് നോക്കുമ്പോൾ ഡേവിഡ് നേരത്തെ കത്തിച്ച് വെച്ച റെഡ് ലാൻഡൺ അവിടെ കാണും. അവൻ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഉണ്ടാകും ആ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും അതുപോലെ റെഡ് ലാൻഡൺ കത്തിച്ച് വെച്ചിട്ട്. അതായത് ആ കൾട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ആ ഭാഗത്തുള്ള എല്ലാ വീട്ടിലെ ആൾക്കാരെയും കൊന്നൊടുക്കുകയാണെന്ന് അർത്ഥം. ഒരു സീനിൽ പാർട്ടി നടക്കുന്ന വീട് എവിടെയാണെന്ന് ചോദിച്ച് കുറച്ച് കപ്പിൾസ് ഈഡന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ അവരെയും വില്ലിനെയും കീരയും ഒക്കെ പോലെ ഈ കൾട്ടിൽപ്പെട്ട ആൾക്കാർ വിളിച്ചു വരുത്തിയതാകും കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത മൂവിയായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. അപ്പോൾ ഓക്കെ, ബൈ.